ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുഞ്ചൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാനും സീതമ്മയും കൂടി രാവിലെ ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കുഞ്ചൂസിന് ചിക്കൻ ബിരിയാണി അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ രാവിലെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ ബിരിയാണി വയ്ക്കാനുള്ള എന്തോന്നു തത്രപ്പാടിലാണ്. ആ സമയത്ത് തന്നെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സീതമ്മയാണ് കേട്ടോ ഇതിൻ്റെ എന്തോന്ന് മാസ്റ്റർ ഷെഫ് സീതമ്മയാണ്. നമ്മൾ പിന്നെ സൈഡ് പിടിക്കാനായിട്ട് നിൽക്കുന്നതാണ്. കുഞ്ചൂസേ എന്തെങ്കിലുമൊക്കെ പറ. ഇതിനിടയ്ക്ക് ഞാനും കുഞ്ചൂസും കൂടി കുഞ്ചൂസ് ഡയറി മിൽക്കും ഞാൻ പിന്നെ എൻ്റെ ഇന്നലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കേക്ക് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കുഞ്ചൂസും ഞങ്ങൾ എൻ്റെ കൂടെ അത് കഴിച്ചു. പിന്നെ വന്നിട്ട് ബിരിയാണി മിക്സിങ് സീതമ്മയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എല്ലാം മിക്സ് ചെയ്ത് ബിരിയാണിയുടെ കാര്യം സെറ്റാക്കി വെച്ച് നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇതാണോ ഒറിജിനൽ ബിരിയാണി എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടെന്നല്ല, നമ്മൾ ബിരിയാണി ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ട് കറി അല്ലാതെ വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ അടുപ്പിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കുഞ്ചൂസിൻ്റെ ശ്രീമാമി, അതായത് എൻ്റെ കസിൻസ് ശ്രീ വന്നിട്ട് അവർ ബലൂണിൻ്റെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബലൂണെല്ലാം പെരുക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ സീതമ്മയും കൂടി അതിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോയി. നമ്മൾ ഈ ഡെക്കറേഷൻ ഒരു കിറ്റാണ് മേടിച്ചത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരു 30 ബലൂണും ഈ സാധനം, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് ഫോയിൽ കർട്ടൻ. താങ്ക് യു. പിന്നെ നീ എന്തെങ്കിലുമൊക്കെ പറ. പിന്നെ കുറച്ച് ഇമേജസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഇത് ഒട്ടിച്ച് വയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് ഒട്ടിച്ച് വയ്ക്കും ഇളകിപ്പോരും അങ്ങനെ ആയിരുന്നു. നമുക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചായപ്പോൾ വിശന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഗസ്റ്റ് ഒന്നുമില്ല, നമ്മളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിശന്നപ്പോൾ നമ്മളങ്ങ് കഴിച്ചു. ഞാനും സീതമ്മയും ശ്രീമാമിയും കുഞ്ചൂസും, ശ്രീമാമി സീതമ്മേനൊക്കെ കുഞ്ചൂസ് വിളിക്കുന്നതാണ് കേട്ടോ. ഞാൻ അതുപോലെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ സീതുവും ശ്രീയും ഞാനും ദേവനും കുഞ്ചൂസും കൂടി ഇരുന്നിട്ട്, കുഞ്ചൂസിൻ്റെ യഥാർത്ഥ പേര് ദേവദർശൻ എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ കുഞ്ചൂസിന് ഫോൺ ഉണ്ടെങ്കിലേ ആഹാരം ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ വഴക്കുറഞ്ഞ് ഫോൺ മാറ്റിയതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബലൂണൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി പോയി. ഇത് ഒട്ടിച്ച് വയ്ക്കുന്നതനുസരിച്ച് താഴെ വീണുകൊണ്ടേയിരിക്കും. ഇത് ഒരുപാട് സമയം എടുത്തു കേട്ടോ ഒട്ടിക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ചെയ്തിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ്. കടയിൽ ചെന്ന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കടയിൽ ചെന്ന് അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലാണ് പോയത്. അയ്യപ്പ ക്ഷേത്രമാണ്. ശനിയാഴ്ച നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരാണ്. കുഞ്ചൂസിന് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് ഫോട്ടോ എടുക്കാമെന്ന് നമ്മൾ കുഞ്ചൂസ് ഒരുപാട് എക്സ്പ്രഷൻ എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുഞ്ചൂസിനെ കൊണ്ട് വീണ്ടും ഫോട്ടോ എടുപ്പിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ബർത്ത്ഡേ കേക്ക്. കുഞ്ചൂസിന് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കേക്ക് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ അത് ചെയ്തു. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ വീഡിയോ കോളിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ സമയമായപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഫോണ് ചാർജ് തീർന്ന് ഓഫായി പോയതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ബലൂണെല്ലാം വീഴുന്നുണ്ട്. നമ്മൾ കടയിൽ പോയിരുന്ന സമയത്തും ബലൂൺ മൊത്തം വീണ് അമ്മ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ചൂസ് കേക്ക് മുറിക്കാൻ പോവാണ്. അതിന് മഴ ആയതുകൊണ്ട് അത്യാവശ്യം ഈച്ചയെ കൊണ്ടിട്ടൊന്നുണ്ട്, ഈച്ചയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുഞ്ചൂസ് കേക്ക് കട്ട് ചെയ്യാണ്. കറക്റ്റ് സമയത്ത്. സാധാരണ ഈ പാർട്ടി പോപ്പർ നമ്മളെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെക്കുമ്പോഴത്തേക്ക് പോപ്പർ പൊട്ടാറില്ല. പക്ഷേ എന്തോ കുഞ്ചൂസ് നിൻ്റെ ശ്രീമാമി കൊള്ളാടാ. കറക്റ്റ് അവൾ ആ സമയത്ത് ശ്രീ പൊട്ടിച്ച്. കുഞ്ചൂസിന് പിന്നെ കേക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഞ്ചൂസ് കേക്കൊന്നും വേണ്ടെന്ന് പറയില്ല കേട്ടോ. നമുക്ക് കുഞ്ചൂസിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറയണേ. അപ്പോൾ കുഞ്ചൂസൊക്കെ ആ കത്തി പോലും കുഞ്ചൂസ് വെറുതെ വിടാറില്ല. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അതുകൊണ്ടല്ലേ ഞാൻ ടേസ്റ്റി എന്ന് പറഞ്ഞത്. ഇത് ഏത് ഫ്ലേവർ? വാൻജോ ഫ്ലേവറിലെ കേക്കാണ് കേട്ടോ മേടിച്ചത്. എന്തില്ല ഇങ്ങനെ അറിയാം അല്ലേ മനസ്സിലാവും. അപ്പോൾ കുഞ്ചൂസ് കട്ട് ചെയ്ത് അപ്പോൾ ഇത് സീതമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഇത് എപ്പോഴും കേക്ക് കട്ടിങ്ങിനും നമുക്ക് പുറത്തുനിന്നൊന്നും ആരുമില്ലായിരുന്നു, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ഇത് കുഞ്ചൂസിൻ്റെ അച്ചാമ്മയും അച്ചാച്ചനും കുഞ്ചൂസ് കേക്ക് കൊണ്ടുവന്ന് അച്ചാമ്മയ്ക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നീ ഇതിനിടയ്ക്ക് പാട്ട് പാടണ കുഞ്ചൂസിൻ്റെ അച്ചാച്ചി ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അച്ചാച്ചന് കുഞ്ചൂസ് ഏകദേശം ഒരേ കളർ ഡ്രസ്സ് തന്നെയാടാ. വീഡിയോക്കുമ്പോ നമ്മളെ കണ്ടില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് കണ്ട. അങ്ങനെ സെയിം ഒന്നുമല്ല, കുറച്ച് സെയിമേ ഉള്ളൂ. ഇനി അച്ചാച്ചൻ്റെ ചെന്ന് പറയാനേ നമുക്ക്. നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണമെന്ന് കണ്ടില്ല, നമ്മളിപ്പോ ഈ വീഡിയോയിലാണ് കണ്ട സെയിം ടു സെയിം. കുഞ്ചൂസിൻ്റെ മുത്തശ്ശി തുമ്മലുണ്ടോ? ഇനി ഇത് അമ്മാമ്മ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് കുഞ്ചൂസിന്. കുഞ്ചൂസ് അപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അപ്പയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മളിവിടെ കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയതിൽ നമ്മൾ MCB ട്രിപ്പായതാണ്. പിന്നെ ശ്രീമാമി ഇനി അപ്പയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ അപ്പ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ തന്നെയാണ് കിട്ടിയത്. ആ ഭാഗം കട്ട് ചെയ്യാൻ വിട്ടുപോയി. നമ്മളതുകൊണ്ട് അപ്പയും കുഞ്ചൂസും കൂടെ നിൽക്കുന്ന ഭാഗം നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പേനെ മാത്രം മിസ്സാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അപ്പയും കുഞ്ചൂസും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുഞ്ചൂസിൻ്റെ അപ്പ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ചൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ.